വീണ്ടും ചൂടുകാലം എത്തിയല്ലേ. കുട്ടികൾക്ക് നല്ലൊരു വേനലവധിക്കാലം എന്ന് പറയാം. പക്ഷെ ചൂട് കൂടുന്നത് കാണുന്നില്ലേ? ഇന്ത്യയുടെ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വാർണിംഗ് തന്നിട്ടുണ്ട്. ഈ വേനൽക്കാലം ഏറ്റവും ചൂടുകാലമായിരിക്കുമെന്ന്, പ്രത്യേകിച്ച് ഏപ്രിലും ജൂണും. ഏറ്റവും കൂടുതൽ ചൂടുകാറ്റുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും താപനില? ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് താപനില അനുഭവിച്ചു വരുന്നത്. അതുടനെ തന്നെ 40 ഡിഗ്രി ആവും. ചൂടുകാറ്റ് കാരണം സാധാരണ ടെമ്പറേച്ചറിൽ നിന്ന് 4 മുതൽ 5 വരെ കൂടുതൽ താപനില അനുഭവപ്പെടാനും 45 ഡിഗ്രി വരെ ആവാനും മെയ് ജൂൺ സമയങ്ങളിൽ പലയിടങ്ങളിലും. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ചൂടാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഈ വേനൽക്കാലത്ത്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് നമ്മൾ കഴിഞ്ഞ വേനൽക്കാലത്ത് കണ്ടതാണ്. ഏകദേശം ഇന്ത്യയിൽ എന്നും 2 ആളുകൾക്കെങ്കിലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എക്കണോമിയിലും ചൂടുകാലം ബാധിക്കും. എക്കണോമിയെയും ചൂടുകാലം നന്നായി ബാധിക്കും. ധാന്യങ്ങളെയും അതുപോലെ തന്നെ പച്ചക്കറികളെയും ഈ വേനൽക്കാലം നന്നായി തന്നെ ബാധിക്കും. ഭക്ഷണ സാധനങ്ങളുടെ അഭാവം കാരണം വില കൂടാനും അത് കാരണം ആഹാരം ഇല്ലാത്തൊരവസ്ഥ ഇന്ത്യയിൽ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ മഴയുടെ ലഭ്യതക്കുറവും വരൾച്ചയും ഇന്ത്യയിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാക്കും. അതിനെ തുടർന്ന് പവർ പ്രൊഡക്ഷനും ബാധകമാകും. ഏപ്രിൽ 19 മുതൽ ഇന്ത്യയിൽ പോൾസ് തുടങ്ങുന്നത് കൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണക്കാർ ഡീഹൈഡ്രേറ്റഡ് ആവാനും ചൂട് കാരണമുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഉള്ള വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും അത്യാവശ്യ കുടിവെള്ളവും കയ്യിൽ കരുതേണ്ടതാണ്. ഈ വർഷത്തെ മൺസൂൺ നല്ല മഴ ലഭിക്കും. ഇനിയും കാലാവസ്ഥയിൽ നല്ല രീതിക്കുള്ള വ്യത്യാസം തന്നെ ഉണ്ടാകും. കാരണം അത്ര കടുത്ത വരൾച്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.